Hi student, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് നോക്കാൻ പോകുന്നത് നാലാമത്തെ ചാപ്റ്റർ ആണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 3 ചാപ്റ്ററോളം പഠിച്ചു കഴിഞ്ഞു അല്ലേ? ആരും മടിയൊന്നും കാണിക്കാതെ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. പരീക്ഷയാണ് വരാൻ പോകുന്നത്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പഠിച്ച് നല്ല മാർക്കോടെ എന്ത് ചെയ്യുക? വിജയിക്കുക. മടിയൊന്നും പിടിച്ച് വീട്ടിൽ ഇരിക്കരുത് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിച്ച് ക്ലാസ്സിൽ എന്ത് ചെയ്യുക? നല്ല കുട്ടികളായിട്ട് ഒന്നാമതെത്താൻ എല്ലാവരും ദൈവം എന്ത് ചെയ്യട്ടെ? സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സാണ്. നാം ഇന്ന് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ദ വേദിക് ഏജ്. ഹിസ്റ്ററിയിലെ നാലാമത്തെ ചാപ്റ്ററായ വേദിക് ഏജ് ആണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? BC 1500-600 കാലയളവിൽ ഉയർന്നു വന്ന പീരീഡിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വേദിക് ഏജ് എന്ന് അല്ലെങ്കിൽ വൈദിക കാലഘട്ടം എന്ന് വിളിക്കുന്നത്. കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ വേദാസിനെ കുറിച്ചൊക്കെ? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നൊക്കെ പറഞ്ഞ് നാം ഓരോരുത്തരും എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇന്നും ഈ പാഠഭാഗത്തിലും 5 ക്വസ്റ്റ്യനാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വേദം എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വേദം എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേദകാലഘട്ടത്തിലെ ജനങ്ങളുടെ തൊഴിൽ എന്തായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വേദകാലഘട്ടത്തിലെ ജനങ്ങളുടെ തൊഴിൽ. മൂന്നാമത്തത്, ആര്യന്മാർ ആരായിരുന്നു? ആര്യന്മാർ ആരായിരുന്നു? നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? വാട്ട് വാസ് ദ നാച്ചർ ഓഫ് ദ ലേറ്റർ വേദിക് പീരീഡ്? ആ സമയത്തെ വൈദിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ് ഉപനിഷത്ത്? അങ്ങനെ 5 ക്വസ്റ്റ്യൻ ആണ് നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഓരോന്നായിട്ട് പോവാം. ആർ യു റെഡി? യെസ്. നമുക്ക് നോക്കാം. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ വേദ അല്ലെങ്കിൽ ടേം വേദ? എന്താണ് വേദപദം കൊണ്ട് അർത്ഥമാക്കുന്നത്? വേദം എന്താണ്? വേദം പറഞ്ഞാട്ടെ എല്ലാവരും. അതെന്താണ്? അറിവാണ് അല്ലേ? നോളജ് അല്ലേ? എല്ലാവർക്കും വേണ്ട ഒന്നാണ് അറിവെന്ന് പറയുന്നത്. അറിവില്ലാത്തവൻ്റെ അവസ്ഥ എന്താണ്? പരിതാപകരമാണ് അല്ലേ? എല്ലാ മനുഷ്യനും വേണ്ട ഒന്നാണ് അറിവ്, നോളജ് അല്ലേ? അറിവിലാണ് എന്തുള്ളത്? ഒരാളുടെ പെരുമാറ്റമായാലും സ്വഭാവമായാലും എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്? അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അറിവെന്താണ്? വേദം എന്ന പദത്തിനർത്ഥം അറിവെന്നാണ് അല്ലേ? വേദം എന്ന വാക്ക് വിത്ത് എന്ന പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. വേദം എന്ന പദം വിത്ത്, VID, വിത്ത് എന്ന പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. വേദം എന്ന വാക്കിനർത്ഥം എന്താണ്? പറഞ്ഞാട്ടെ. ടു നോ ദ വേ. ടു നോ ദ വേ. വേദത്തെ അറിയുക എന്നാണ് അർത്ഥം. വേദത്തെ അറിയുക എന്നതാണ്. പവിത്രമായത്, വിശുദ്ധമായത് എന്നൊക്കെ അർത്ഥമുള്ളതാണ് വേദം എന്ന് പറയുന്നത്. പവിത്രമായത്, വിശുദ്ധമായത്, സാക്രഡ് നോളജ് എന്നൊക്കെ പറയും അല്ലേ? നമ്മുടെ അറിവ് ഈ ലോകത്തുള്ള എല്ലാം എന്ത് ചെയ്യാം? മോഷ്ടിക്കപ്പെടാം, നശിച്ചു പോകാം അല്ലേ? നമ്മുടെ അറിവ് ഒന്ന് മാത്രമാണ് എന്ത് ചെയ്യാത്തത്? നശിച്ചു പോകാത്തത്. കള്ളന്മാർക്ക് ഒന്നും കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സംഹിത അല്ലെങ്കിൽ ഒരു ഘടകം എന്ന് പറയും നമ്മുടെ വേദം അല്ലെങ്കിൽ നമ്മുടെ അറിവ് തന്നെയാണ് അല്ലേ? അത് അത്രയും വിശുദ്ധമുള്ളതാണ്, പവിത്രമുള്ളതാണ് അല്ലേ? അപ്പോൾ അതെന്താണ് പറയുന്നത്? വേദം എന്ന വാക്കിന് അർത്ഥം എന്താണ്? ടു നോ ദ വേർഡ്. ടു നോ ദ വേർഡ്. വേദത്തെ അറിയുക അല്ലേ? വേദത്തെ അറിയുക. അറിവ് സമ്പാദിക്കുക. അറിവ് സമ്പാദിക്കുക. അപ്പം ഈ വേദാസിൽ, ഈ വേദ ടെക്സ്റ്റുകളിൽ എന്തൊക്കെയാണുള്ളത്? ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, ആരണ്യങ്ങൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതിനെയാണ് വേദസാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നാം പരിചയപ്പെട്ടു. എന്താണ് വേദം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് വേദം? അതെ, എന്താണ് വേദം എന്ന വാക്കിനർത്ഥം? എന്താണ്? അറിവ് അല്ലെങ്കിൽ നോളജ് എന്നാണ്. ടു നോ അത് അല്ലേ? ടു നോ ദ വേർഡ്. ടു നോ ദ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? വേദത്തെ അറിയുക എന്നാണ് അർത്ഥം. വേദത്തെ അറിയുക. വേദം എന്ന പദത്തിന് അർത്ഥം എന്താണ്? നോളജ് അല്ലേ? നോളജ് എങ്ങനെയാ വരുന്നത്? പവിത്രമാണ്, വിശുദ്ധമാണ്, സാക്രഡ് ആണ് അല്ലേ? വേദം എന്നത് പവിത്രമായതാണ് അല്ലെങ്കിൽ അറിവെന്ന് പറയുന്നത് പവിത്രമായതാണ്. ഈ അറിവുകളെല്ലാം ഉൾപ്പെടുന്നത് എന്തിനാണ്? ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, ആരണ്യങ്ങൾ ഇതെല്ലാം ഉള്ളതിനെയാണ് വേദസാഹിത്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ എല്ലാവർക്കും? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്ക്രൈബ് ദ മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് ദ ഏർലി വേദിക് ആര്യൻസ്. ആര്യൻസിൻ്റെ ഉപജീവന മാർഗങ്ങൾ.
എന്തൊക്കെയായിരുന്നു അവരുടെ തൊഴിൽ എന്നായിരുന്നു. എന്താണ് അവരുടെ തൊഴിൽ? ഒരു പൊതുവെ ആരായിരുന്നു? ഇടയന്മാരായിരുന്നു. അവരാരായിരുന്നു? ഇടയന്മാരായിരുന്നു. ആര്യൻ ഇടയന്മാരായിരുന്നു. ചെമ്മരിയാട്, ആട്, കുതിര അങ്ങനെയുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള മൃഗങ്ങളെ അവർ എന്ത് ചെയ്തിരുന്നു? വളർത്തിയിരുന്നു. മാംസത്തിന് വേണ്ടിയിട്ടും ഇതിന് തുകലിന് വേണ്ടിയിട്ടൊക്കെ അവർ ഇടയന്മാരായിട്ടുള്ള ജോലിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നു വേദകാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രധാനമായ തൊഴിലെന്ന് പറയുന്നത് ഇടയ പരിപാലനമാണ്. ഇടയ പരിപാലനം എന്ന് പറയുമ്പോൾ ചെമ്മരിയാട്, ആട്, കുതിര എന്നീ എന്താണ് ജീവജാലങ്ങളെ അവർ എന്ത് ചെയ്തു? വളർത്തിയിരുന്നു. മാംസത്തിന് വേണ്ടിയിട്ടും തുകലിന് വേണ്ടിയിട്ടൊക്കെ. എന്നിട്ട് എന്താ ചെയ്തത് അവര്? ഋഗ്വേദത്തിൽ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് സാഹിത്യങ്ങൾ അവിടെ പരാമർശിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതാണ് അവിടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഗോ എല്ലാവർക്കും അറിയാലേ? ഗോ എന്ന് പറഞ്ഞ എന്താണ്? പശു അല്ലെങ്കിൽ കൗ അല്ലേ? ഗോ എന്ന ഒരു പദം അക്കാലത്തുണ്ടായിരുന്നു അല്ലേ? പിന്നെ എന്താ പറയുന്നത് ഇവിടെ? ഈ സമയത്ത് ഏർലി വേദിക് പീരീഡിൽ സമ്പന്നനായ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗോമത് അല്ലേ? ഗോമത്. അദ്ദേഹത്തിന്റെ പുത്രിയെ ദുഹിത്രി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ പുത്രിയെ ദുഹിത്രി എന്ന് വിളിക്കുന്നു. ദുഹിത്രി എന്ന പദത്തിനർത്ഥം പശുവിനെ കറക്കുന്നവൾ. ദുഹിത്രി എന്ന പദത്തിനർത്ഥം പശുവിനെ കറക്കുന്നവൾ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഋഗ്വേദ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ എന്താണ് വേദകാലഘട്ടത്തിലെ ജനങ്ങളുടെ തൊഴിൽ എന്താണ്? എന്താണ് തൊഴിൽ? ഇടയ പരിപാലനമായിരുന്നു. അവരുടെ തൊഴിലെന്ന് പറയുന്നത്, ജോലി എന്ന് പറയുന്നത് ഇടയ പരിപാലനമായിരുന്നു. ചെമ്മരിയാട്, ആട് അല്ലെ, കുതിര ഇവയൊക്കെ അവർ എന്ത് ചെയ്തിരുന്നു? വളർത്തിയിരുന്നു. മാംസത്തിന് വേണ്ടിയിട്ടും ഇറച്ചിക്ക് വേണ്ടിയിട്ടൊക്കെ തുകലിന് വേണ്ടിയിട്ടൊക്കെ അവർ എന്ത് ചെയ്തിരുന്നു? ഇവയെ വളർത്തിയിരുന്നു. അതിൽ നിന്നുള്ള ഉപജീവന മാർഗമാണ് അവരുടെ വരുമാന മാർഗമായിട്ട് അവർ കണക്കാക്കിയിരുന്നത്. പിന്നെന്താ? ഇവരെ കുറിച്ചുള്ള തെളിവുകളെല്ലാം സാഹിത്യത്തിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ഗോ എന്ന പദം എന്താണ്? അതെ, പശു അല്ലെങ്കിൽ കൗ അല്ലെ? സമ്പന്നനായ വ്യക്തിയെ എന്തെന്ന് വിളിച്ചു? ഗോമത് അല്ലെങ്കിൽ ഗോമാത് അല്ലെ? അദ്ദേഹത്തിന്റെ പുത്രിയെ അല്ലെ എന്തെന്ന് വിളിച്ചു? ദുഹിത്രി. ദുഹിത്രി എന്ന് പറയുന്നത് എന്താണ്? പശുവിനെ കറക്കുന്നവൾ. 2 ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ വെയർ ആര്യൻസ്? ആര്യന്മാർ ആരായിരുന്നു? ആര്യന്മാർ ആരായിരുന്നു? ആര്യസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വംശമാണ്, റേസ് അല്ലേ? റേസ് ആയിരുന്നു, ഒരു വംശമായിരുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ആര്യന്മാരെ ഒരു വംശമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു വിഭാഗക്കാരായിട്ടാണ് കണക്കാക്കിയിരുന്നത് അല്ലേ? പിന്നീടാണ് എന്ത്? സംസ്കൃതം, ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾ എന്ത് ചെയ്തത്? ഇതിലൂടെ ഉടലെടുത്തത്. ഏതൊക്കെ ഭാഷകളാണ്? സംസ്കൃതം, ലാറ്റിൻ, ഗ്രീക്ക് എന്നീ പദങ്ങൾ പിന്നീട് ഉടലെടുത്തത്. ശബ്ദത്തിലും അർത്ഥത്തിലും സമാനമായി ഈ ഭാഷകളിലെ വാക്കുകൾ നിന്ന് എന്ത് ചെയ്യും? പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആരായിരുന്നു ആര്യന്മാർ? ആരായിരുന്നു ആര്യന്മാർ എന്ന് പറയുന്നത്? ഒരു വംശമാണ്, റേസിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ? വംശത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു വിഭാഗത്തെയാണ് എന്തെന്ന് കണക്കാക്കിയിരുന്നത്? ആര്യന്മാർ എന്ന് കണക്കാക്കിയിരുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഇതിൽ നിന്നാണ് പിന്നീട് സംസ്കൃതം, ലാറ്റിൻ അല്ലെ, ഗ്രീക്ക് എന്നീ ഭാഷകൾ ഉടലെടുത്തത്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ആര്യന്മാർ ആരായിരുന്നു? ഒരു വംശമായിരുന്നു അല്ലേ? ആര്യന്മാർ ഒരു വംശമായിരുന്നു. ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ആര്യന്മാർ എന്ന് പറയുന്നത്. പിന്നീട് അതിൽ നിന്ന് എന്ത് വന്നു? വേറെ ലാംഗ്വേജസ് വന്നു. ഏതൊക്കെയാണ് അതർ ലാംഗ്വേജസ് എന്ന് പറയുന്നത്? അതെ, പേർഷ്യൻ, ഗ്രീക്ക്, ലാറ്റിൻ. 3 ക്വസ്റ്റ്യൻ ആയല്ലേ? 4ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ. വാട്ട് വാസ് ദ നാച്ചർ ഓഫ് ദ ലേറ്റർ വേദിക് ഫാമിലി? അവരുടെ പ്രത്യേകതകൾ എന്തായിരുന്നു അല്ലേ? ഇവരുടെ ചരിത്രത്തെക്കുറിച്ചല്ലേ നാം പറയുന്നത്. എന്തായിരുന്നു അവരുടെ പ്രത്യേകതകൾ? നമുക്ക് നോക്കാം. എന്താണ്? വാട്ട് വാസ് ദ നാച്ചർ ഓഫ് ദ ലേറ്റർ വേദിക് ഫാമിലി എന്നാണ്. അവരുടെ കുടുംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു കേട്ടോ. അവരുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥ, ജോയിന്റ് ഫാമിലി ആയിരുന്നു. അവർ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് എന്ത് ഫാമിലിയിലാണ്? അതെ, ജോയിന്റ് ഫാമിലിയാണ് അല്ലേ? പിൽക്കാല വേദകാലഘട്ടത്തിൽ ധാരാളം ജോയിന്റ് ഫാമിലികളാണ് കൂടുതലായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് അല്ലേ? ഇവിടെ പറയുന്നത് എന്താണ്? 3ഓ 4ഓ അംഗങ്ങൾ അല്ലെങ്കിൽ 3ഓ 4ഓ തലമുറകളിലെ അംഗങ്ങൾ ചേർന്ന് എന്ത് ചെയ്തിരുന്നു? ഒരുമിച്ച് താമസിച്ചിരുന്നു. ഇന്നുണ്ടോ? ഇന്നെല്ലാവരും ന്യൂക്ലിയർ ഫാമിലി അല്ലേ? അച്ഛനും അമ്മയും 2 മക്കളും, ഇത്രയല്ലേ ഉള്ളൂ.
പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മളിവിടെ പറയുന്നു ലേറ്റർ വേദിക് പീരീഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലി അല്ല, ഇവിടെ എന്തായിരുന്നു? ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ 3ഓ 4ഓ തലമുറകളിലുള്ള അംഗങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് അവർ എന്ത് ചെയ്തിരുന്നത്? പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലേ? ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിന്നിരുന്നു. പിന്നെ പറയുന്നു ഉത്തർപ്രദേശിലെ അഹിഛത്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അടുപ്പുകളുടെ നിര കണ്ടെത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ അഹിഛത്ര എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? അടുപ്പുകളുടെ നിര. നിങ്ങൾ ചിന്തിക്കും, ടീച്ചർ എന്താ പറയുന്നത്? അടുപ്പുകളുടെ നിരയോ അല്ലേ? ചിന്തിക്കില്ലേ? ചിന്തിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ആഹാരം പാചകം ചെയ്ത് കഴിച്ചിരുന്നു എന്നാണ്. അവർക്ക് ആഹാരം പാചകം ചെയ്യാനും അത് ഭക്ഷിക്കുവാനും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് അന്ന് ഉണ്ടായിരുന്നു. നമ്മൾ പഠിക്കുന്നത് ശ്രദ്ധിക്കുക, ലേറ്റർ വേദിക്കാണ് അല്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കുക, അടുപ്പുകളുടെ ഒരു നിര ഉത്തർപ്രദേശിലെ അഹിഛത്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അടുപ്പുകളുടെ നിര കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ അടുപ്പുകളുടെ നിര എന്താ പറയുന്നത്? ഈ കണ്ടെത്തലിൻ്റെ അർത്ഥം എന്താണ്? അവർ കൂട്ടം കൂട്ടമായി ആഹാരം പാചകം ചെയ്തും ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്തിരുന്നു? കഴിച്ചിരുന്നു. കമ്മ്യൂണൽ ഫീഡിങ് എന്നാണ്. കമ്മ്യൂണിംഗ് ഫീഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണൽ ഫീഡിങ്. അതെ, ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ എന്ത് ചെയ്തിരുന്നു? ആഹാരം കഴിച്ചിരുന്നു അല്ലേ? നമ്മളിങ്ങനെ ഇന്ന് കഴിക്കുന്നത് പോലെയൊന്നും അല്ല, കൂട്ടമായിട്ട് എന്താണോ ഭക്ഷിക്കാൻ എടുക്കുന്നത് ആ പദാർത്ഥം ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യുക? കഴിക്കുക. അതിനെയാണ് എന്ന് വിളിക്കുന്നത് കമ്മ്യൂണൽ ഫീഡിങ് അല്ലേ? ഒരുമിച്ചിരിക്കുക. അപ്പൊ ഇവിടെയും പറയുന്നത് എന്താണ്? അവർ ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്തിരുന്നു? ആഹാരം പാചകം ചെയ്തിരുന്നു. അടുപ്പുകളുടെ നിര എവിടെയാണ് കണ്ടെത്തിയത്? അതെ, ഉത്തർപ്രദേശിലെ അഹിഛത്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അടുപ്പുകളുടെ നിര കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഈ കാലഘട്ടത്തിൽ എന്താണ്? ഗോത്രങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ഗോത്രങ്ങൾ അല്ലേ? പിന്നെ ഒരേ ഗോത്രത്തിലുള്ള അംഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്തിരുന്നു? വിവാഹം നടക്കുകയും ചെയ്തിരുന്നു. മാരേജ്. ഒരേ ഗോത്രത്തിലുള്ളവർ തമ്മിൽ എന്ത് ചെയ്തിരുന്നു? മാരേജ് ചെയ്യിച്ചിരുന്നു. മാരേജ് എന്ന് പറയുന്നത് എന്താണ്? വിവാഹം. വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. പിന്നെയുണ്ട് എന്താണ്? ഏകഭാര്യത്വം അല്ലെങ്കിൽ മോണോഗാമി. മോണോഗമിക്കാണ് അവർ എന്ത് കൊടുത്തത്? പ്രാധാന്യം കൊടുത്തത് അല്ലേ? പോളിഗാമി എന്തായിരുന്നു? വളരെ കുറവായിരുന്നു, പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നാണ് പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. മോണോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകഭാര്യത്വം അല്ലേ? ഏകഭാര്യത്വത്തിനാണ് അവർ എന്ത് കൊടുത്തത്? പ്രാധാന്യം കൊടുത്തത്. പോളിഗാമി എന്ത് ചെയ്തില്ല? അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ നാച്ചർ ഓഫ് ദ ലേറ്റർ വേദിക് ഫാമിലി? ലേറ്റർ ഫാമിലിയിലെ പ്രത്യേകതകൾ എന്തായിരുന്നു പ്രത്യേകത? പിൽക്കാല വേദഘട്ടത്തിൽ എന്താ ചെയ്തിരുന്നത് അവർ? അതെ, ജോയിന്റ് ഫാമിലിക്കാണ് എന്ത് കൊടുത്തത്? പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ? ന്യൂക്ലിയർ ഫാമിലിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എന്ത് ചെയ്തിരുന്നു? കൂട്ടായി ഒരുമിച്ച് എന്ത് ചെയ്തിരുന്നു? താമസിച്ചിരുന്നു. ഒരുമിച്ച് സന്തോഷത്തോടെ 3ഓ 4ഓ തലമുറകളിലുള്ള അംഗങ്ങൾ ചേർന്ന് ഒരുമിച്ച് കഴിഞ്ഞിരുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ജോയിന്റ് ഫാമിലി. അതായിരുന്നു ലേറ്റർ വേദിക് പീരീഡിൽ അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നെ എന്താ പറഞ്ഞ ടീച്ചർ? ഉത്തർപ്രദേശിലെ അഹിഛത്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അടുപ്പുകളുടെ നിര കണ്ടെത്തിയിട്ടുണ്ട്. അടുപ്പുകളുടെ നിര കണ്ടെത്തി നിസ്സാരമായി കണക്കാക്കരുത്. അവർ എന്ത് ചെയ്തിരുന്നതിൻ്റെ തെളിവുകളാണ് അത്. യെസ്, യു ആർ കറക്റ്റ്. എന്താണ്? അവർ ആഹാരം പാചകം ചെയ്യുകയും അത് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. ആഹാരം പാചകം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്? ഈ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത് കമ്മ്യൂണൽ ഫീഡിങ് അല്ലേ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. കമ്മ്യൂണൽ ഫീഡിങ്ങിന് പ്രാധാന്യം കൊടുത്തിരുന്നു അല്ലേ? ഐക്യം, ഒരുമ, അതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? യെസ്, ഗോത്രം അല്ലേ? ഗോത്രങ്ങളായിട്ട് തിരിഞ്ഞ് ഒരു ഗോത്രങ്ങളിലുള്ളവർ അതേ ഗോത്രത്തിലുള്ളവർ എന്ത് ചെയ്തിരുന്നു? വിവാഹം കഴിച്ചിരുന്നു അല്ലേ? വിവാഹം കഴിച്ചിരുന്നു. മോണോഗാമിക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഏകഭാര്യത്വത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. പോളിഗാമി എന്ത് ചെയ്തില്ല? അവർ വളരെയധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ക്ലിയർ? യെസ്. അങ്ങനെ 4 ക്വസ്റ്റ്യൻ നാം നോക്കിയല്ലേ? ഡൗട്ട് ഉണ്ടോ? 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഉപനിഷത്ത്? നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വീണ്ടും നമുക്ക് എന്തിലും വന്നു, 4ാമത്തെ പാഠത്തിലും ഉണ്ട് അല്ലേ? എന്താണ് ഉപനിഷത്ത്? അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തിനെയാണ്? ആത്മാവിനെയും പരമാവിനെയും കുറിച്ചുള്ള അല്ലെ? ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള പഠനമാണ് അല്ലെങ്കിൽ കുറിച്ചുള്ള ആ ഒരു സംഹിതയാണെന്ന് വിളിക്കുന്നത് ഉപനിഷത്ത്. ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ഉപനിഷത്തുകൾ എന്താണ്? തത്വചിന്തയുടെ അടിസ്ഥാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? തത്വചിന്ത അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ?
എന്താണ് ഉപനിഷത്ത്? ആത്മാവുണ്ട്, പിന്നെന്തുണ്ട്? പരമാത്മാവുണ്ട്. പരമാത്മാവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കേവലമായതിനെ സൂചിപ്പിക്കുന്നു അല്ലേ? പരമാത്മാവ് കേവലമായതിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ പറയുന്നു ഉപനിഷത്തുകൾ എന്താണ്? തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ 2 അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയായിരിക്കും അത്? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. യെസ്, എന്തൊക്കെയാണ്? കർമ്മത്തിൻ്റെയും ആത്മാവിൻ്റെ പരിവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉപനിഷത്തുകൾ. കർമ്മം, താൻ ചെയ്യും കർമ്മം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിന് ഫലം എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. എന്താണോ ചെയ്യുന്നത് അതിനെന്താണ്? യെസ്, അത് കിട്ടും നമുക്ക്. അതവിടെ പറയുന്നത് കർമ്മത്തിൻ്റെയും ആത്മാവിൻ്റെ പരിവർത്തനത്തിൻ്റെ, ആത്മാവിൻ്റെ പരിവർത്തനം സോൾ അല്ലേ, സോൾ ഓഫ് ട്രാൻസ്മൈഗ്രേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നു കർമ്മത്തിൻ്റെയും ആത്മാവിൻ്റെ പരിവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 അടിസ്ഥാനങ്ങൾ തമ്മിലുള്ള സംഹിതയാണെന്ന് വിളിക്കുന്നത് ഉപനിഷത്ത്. ഒന്നുകൂടെ അവിടെ സിമ്പിളായിട്ട് പഠിക്കാനേ ഉള്ളൂ. ഒന്നുകൂടെ നോക്കിക്കോ, ശ്രദ്ധിച്ചോ. എന്താണ് ഉപനിഷത്ത്? ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താണ്? തത്വചിന്തയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അല്ലേ? ഉപനിഷത്ത് എന്ന് പറയുന്നത് തത്വചിന്തയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. 2 അടിസ്ഥാന തത്വങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. എന്തിനാണ്? 2 അടിസ്ഥാന തത്വങ്ങളാണ്. ഒന്ന് കർമ്മം, മറ്റേത് എന്താണ്? യെസ്, എന്താണ്? ആത്മാവിൻ്റെ പരിവർത്തനം. ഇവ തമ്മിലുള്ള സംഹിതയാണെന്ന് വിളിക്കുന്നത് ഉപനിഷത്ത്. അങ്ങനെ നമ്മൾ 5 ക്വസ്റ്റ്യൻ നോക്കി. ഒന്നുകൂടെ നമുക്ക് നോക്കിയാലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതെ, എന്താണ് വേദ അല്ലേ? വേദ എന്ന് പറയുന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? രണ്ടാമത്, വേദകാലഘട്ടത്തിലെ ജനങ്ങളുടെ തൊഴിൽ എങ്ങനെയായിരുന്നു എന്ന്. മൂന്നാമത്, ആര്യന്മാർ ആരായിരുന്നു? നാലാമത്തത്, അവരുടെ ഫാമിലി ലൈഫ് എങ്ങനെയായിരുന്നു? 5 നമ്മുടെ എന്താ നോക്കിയത്? ഉപനിഷത്ത്. ഒന്ന് നോക്കുമ്പോൾ വേദം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്താണ്? യെസ്, അറിവ്, നോളജ് അല്ലേ? വിദ്യ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് എന്ത് വന്നത്? വേദ എന്ന് പറയുന്ന വാക്ക് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്? പവിത്രമായതാണ്, സാക്രഡ് ആണ്, വിശുദ്ധമായതാണ് അല്ലേ? യെസ്. പിന്നെ എന്താ പറഞ്ഞത്? ഇവിടെ വേദിക് ടെസ്റ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ബ്രാഹ്മണ്യങ്ങൾ, ഉപനിഷത്തുകൾ, ആരണ്യങ്ങൾ, ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനെയാണ് എന്ന് വിളിക്കുന്നത് വേദാസ് എന്ന് വിളിക്കുന്നത്. ഇസ് ക്ലിയർ? യെസ്. അപ്പോൾ അടുത്തെന്താ പറഞ്ഞത്? അവിടെ ഒക്യുപ്പേഷൻ എങ്ങനെയായിരുന്നു? ഇടയപരിപാലനമാണെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു അല്ലേ? എന്തിനെയൊക്കെ വളർത്തിയിരുന്നു? ചെമ്മരിയാടിനെ, പിന്നെ എന്താണ്? ആടിനെ, കുതിരയൊക്കെ വളർത്തി അതിൽ നിന്നുള്ള തുകലിന് വേണ്ടിയിട്ടും അതിനുള്ള മാംസത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഉപജീവനമാർഗം കഴിച്ചത് അല്ലേ? പിന്നെ എന്താ പറഞ്ഞത്? ഋഗ്വേദത്തിലൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുകൂടെ കൂടുതൽ തെളിവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ പറയുന്നു ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? പശു. ഗോ എന്ന് പറഞ്ഞാൽ പശു. സമ്പന്നനായ വ്യക്തി എന്ന് വിളിച്ചു ഗോമാത അല്ലേ? അദ്ദേഹത്തിൻ്റെ പുത്രി എന്ന് വിളിച്ചു ദുഹിത്രി. പുത്രിയെ ദുഹിത്രി എന്ന് വിളിച്ചു. ദുഹിത്രി എന്ന പദത്തിന് അർത്ഥം യെസ്, പശുവിനെ കറക്കുന്നവർ. ക്ലിയർ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ആര്യന്മാർ ആരായിരുന്നു? ഒരു വംശമായിരുന്നു. വംശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഭാഷാ വിഭാഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പിന്നീടാണ് ലാറ്റിനും ഗ്രീക്കും പേർഷ്യനും ഒക്കെ വന്നത്. പിന്നെ പറഞ്ഞു എങ്ങനെയായിരുന്നു ഫാമിലി ലൈഫ്, എങ്ങനെയായിരുന്നു? യെസ്, കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു അല്ലേ? കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പോയതായിരുന്നു. പിന്നെന്താ പറഞ്ഞത്? കമ്മ്യൂണൽ ഫീഡിങ് ഉണ്ടായിരുന്നു, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. ആ ഹിച്ചിത്രയിൽ നിന്ന് എന്ത് കണ്ടെത്തി? യെസ്, അടുപ്പുകളുടെ നിര കണ്ടെത്തി. പിന്നെ പറഞ്ഞു മോണോഗാമിയാണ് എന്ത് ചെയ്തത്? പ്രോത്സാഹിപ്പിച്ചത്. പോളിഗാമി എന്ത് ചെയ്തില്ല? പ്രോത്സാഹിപ്പിച്ചില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഉപനിഷത്ത് കർമ്മത്തിൻ്റെയും ആത്മാവിൻ്റെ പരിണാമത്തിൻ്റെയും അല്ലെങ്കിൽ പരിവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിനെ അല്ലെങ്കിൽ അതിനുള്ള ആശയത്തെയാണെന്ന് വിളിക്കുന്നത് ഉപനിഷത്ത്. അങ്ങനെ നമ്മൾ ഇന്ന് 5 ക്വസ്റ്റ്യൻ നോക്കിയല്ലേ? 4ാമത്തെ വേദിക് ഏജിൽ 5 ക്വസ്റ്റ്യൻ. എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? അപ്പം ഡൗട്ടില്ല എന്ന് വിശ്വസിക്കുന്നു ടീച്ചർ. ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ഈ 5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ എല്ലാവരും ഒരു മടിയോ ഒന്നും കാണിക്കാതെ നന്നായിട്ട് പഠിക്കുക. വൃത്തിയായിട്ട് പഠിച്ച് വീഡിയോ കണ്ടിട്ട് ക്ലാസ്സിൽ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. ക്ലാസ്സുകളെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.